കേക്കാട് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് ഇപ്പോൾ വേടനായിക്കോട്ടെ അതുപോലെ ഒരുപാട് പേരിങ്ങനെ കേസിന് ഇരകളായിക്കൊണ്ടിരിക്കുകയാണ്, പുരുഷന്മാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ അവരിരകളായി എന്നുള്ള കേസുകൾ പോലീസിനും മറ്റും എത്തിയിട്ടാണല്ലോ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം എടുത്ത് നോക്കിയാൽ തന്നെ കുറേ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഇത് പുരുഷന്മാർ ഇതിനിരയാവുന്നത് എങ്ങനെയാണ്? കാരണം ഒരു 2 കൈ അടിക്കുമ്പോഴല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഇത്രയും കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. അപ്പോൾ ഇത്രയും കാലം ഇവരെന്തുകൊണ്ട് മൗനം പ്രാപിച്ചു? ഇതൊക്കെ നമുക്കുള്ള സംശയങ്ങളാണ്. അതൊക്കെ എന്തുകൊണ്ട് ഈ കാരണം ചിന്തിക്കണേ? സത്യത്തിൽ ഇപ്പോൾ ഇതിൽ സ്ത്രീകൾക്കുള്ള പ്രിവിലേജുകൾ പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ ശതമാനമെങ്കിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 2023-22 കൊറോണ കാലഘട്ടത്തിൻ്റെ ആ ഒരു സമയങ്ങളിലൊക്കെ നടന്ന പല പ്രശ്നങ്ങളും പിന്നീട് ഇപ്പോൾ ഒരു വലിയ ഇഷ്യൂ ആയി, അതല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു ഇഷ്യൂ ആയി വരിക. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാലം മൗനം പാലിച്ചു എന്ന് ചോദിച്ചാൽ അവർ സൈബർ ബുള്ളിങ്ങിന് വിധേയമാകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ എടുക്കുകയാണെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവമാണല്ലോ. ഇപ്പോൾ വേടൻ്റെ ഇഷ്യൂം അത് തന്നെ. ഇപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ മെസ്സേജുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ പലതും ചാനലുകളിലൊക്കെ വന്നപ്പോൾ അതിനൊക്കെ മറുപടികളും പലതും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ചർച്ച ചെയ്യാനോ അതല്ലെങ്കിൽ ഇതിന് ഇരയാക്കപ്പെടുന്നവരുടെ സൈഡ് നിന്നാൽ അല്ലെങ്കിൽ ഭാഗം നിന്നാൽ വലിയ രീതിയിലുള്ള ഒരു സൈബർ ബുള്ളിങ്ങോ അതോ അല്ലെങ്കിൽ മറ്റോ ഒരു പ്രാകൃതനായോ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇതിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പോലും ഇത്ര വലിയൊരു ഇഷ്യൂ ആയി വന്നിട്ടും കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരാൾ പോലും കേസ് കൊടുത്തിട്ടില്ല. പക്ഷേ പോലീസ് നിർബന്ധിതമായി ചാനലുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ദിവസം എത്ര വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ വരുന്നത്. ഇതിന് പിന്നാലെ അതൊരു വലിയ ക്രൈമായി ചിത്രീകരിക്കുകയും ചെയ്യാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അറിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു ഉയർന്ന പൊങ്ങുന്ന ഒരു ഹൈപ്പിൽ ഇങ്ങനെ വരിക. പക്ഷെ രാഷ്ട്രീയത്തിലൊക്കെ പ്രത്യേകിച്ച് ആ ഒരു അവരൊക്കെ ഒരു പാർട്ടിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉയർന്നു വന്ന ആളെ പെട്ടെന്ന് ഒരു താഴ്ത്തുന്നൊരു സ്വഭാവമാണ് കാണുന്നത്. അത് അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിലാവുമ്പോൾ ഉള്ളിലുള്ള ഗ്രൂപ്പ് കളി എന്നുള്ളതല്ലേ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണ്. അത് കോൺഗ്രസിന്റെ ഒരു പൊതുസ്വഭാവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കേരള കോൺഗ്രസിൽ നിന്ന് അന്ന് PT ചാക്കോ വേർപെട്ട് കേരള കോൺഗ്രസ് വരുന്നത് തന്നെ ഒരു കാറിൽ ഒരു സ്ത്രീയെ കാണുകയും അതൊരു അവിശുദ്ധ ബന്ധം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇവരുടെ ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ തന്നെ വളരും തോറും പിളരും തോറും വളരും എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ AI ഗ്രൂപ്പുകൾ, ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകൾ പാർട്ടിക്കുള്ളിലുണ്ട്. അതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള, ഇപ്പോൾ ഈ അടുത്ത് തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് ഒരു DCC ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് ചാണ്ടിയുമ്മൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കോൺഗ്രസ്സിൽ ഒരു യൂത്ത് സ്റ്റാർ എന്നുള്ള നിലയിൽ ഉയർന്നു വരുന്ന ആളുകളാണ് ഇപ്പോൾ ഷാഫി പറമ്പിലും മാങ്കൂട്ടത്തിലൊക്കെ. അപ്പോൾ അവരെ ഹൈജാക്ക് ചെയ്യാനുള്ള വാർഡിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ശ്രമമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. ഈ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എടുക്കുന്നത് കറക്റ്റ് ഇപ്പോൾ ഒരു കേസ് തന്നെയായിട്ട് ആരും കൊടുത്തിട്ടില്ല. അതുപോലെ വേടന്റെ ഒരു കേസും അതാണ്. വേടന് ഇരയാക്കപ്പെട്ടു. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വേട ഒരുപാട് സമയം ഒളിവിലായി, പിന്നീട് തിരിച്ചു വന്നല്ലോ. തിരിച്ചു വന്നപ്പോ സംസാരിക്കാറായിട്ടില്ല എന്നാണ് വേടം പറഞ്ഞത്. അതായത് ഇതിന്റെ പിന്നിൽ ആരൊക്കെ, ആ ഒരു ബോഡി ലാംഗ്വേജും വേടന്റെ സംസാരമൊക്കെ കേട്ടിട്ട് ഇതിന്റെ പിന്നിൽ ആരൊക്കെ കളിച്ചതാണ്, ഞാൻ ഒരിക്കലും കുറ്റവാളിയല്ല എന്നുള്ളൊരു ബോഡി ലാംഗ്വേജാണല്ലേ വേടനിൽ നിന്ന് കണ്ടത്. അതെ. ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ബിഗ് ബോസിൽ മോഹൻലാൽ എടുത്ത തീരുമാനം, അപ്പം ഇപ്പോൾ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ പക്ഷേ അതെ ലക്ഷ്മിയായിട്ടുള്ള ആവശ്യം. അപ്പോൾ പക്ഷെ മോഹൻലാൽ തികച്ചും ഇവിടെ എങ്ങനെ പറ്റൂ എന്നുള്ള രൂപത്തിലാണ് സംസാരിച്ചത്. ഒരു പുരോഗമന സമൂഹം എന്ന് നമ്മൾ പറയുകയും LGBTQ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ എല്ലാവരും അംഗീകരിച്ചതാണ്, അതുകൊണ്ട് അതിനെതിർക്കുന്നവരും അംഗീകരിക്കണം എന്നുള്ള ഒരു അട്ടർ ഒരു വിഡ്ഢിത്തമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം ലോകം മുഴുവൻ അംഗീകരിച്ചതിനെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതിനെതിരാണെങ്കിൽ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ട് പോലും ഇല്ല.
ആ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരെ പറയല്ല, എന്നാലും ആ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്നവരാവട്ടെ അംഗീകരിക്കുന്നവരാവട്ടെ. പക്ഷെ മോഹൻലാൽ എന്ന മലയാളത്തിന്റെ മഹാനടൻ എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ എടുത്ത ഒരു സമീപനം, ഞാനതിന്റെ ക്ലിപ്പിങ്ങുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പലപ്പോഴും കണ്ടു. ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നത് ഒരു ഷോയിൽ അവിടുത്തെ കണ്ടസ്റ്റന്റിന് അവർ പ്രത്യേകം പറയുന്നുണ്ട്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഒപ്പീനിയനുള്ള ആളുകൾ ഇവിടെ നിൽക്കണ്ട, ഇറങ്ങി പോകണം എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ ലക്ഷ്മി ഇത് പറയാനുള്ള കാരണമായിട്ട് പറയുന്നത് തന്റെ കുട്ടി ഇതിനെ കുറിച്ച് ചിന്തിക്കും, ഭാവിയിലെ കുട്ടി ഇങ്ങനെ പറഞ്ഞാലോ എന്നുള്ള പേടിയാണ് എന്നുള്ളതൊക്കെയാണ് ലക്ഷ്മി പറയുന്നത്. സത്യത്തിൽ ആ ഒരു അഭിപ്രായമുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ ഉണ്ട്. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട റീലുകളും കാര്യങ്ങളും വരുന്ന സമയത്തൊക്കെ അതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം പിടി കിട്ടും. കാരണം ഒരു 95% ആൾക്കാരും ലക്ഷ്മി അനുകൂലിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്നാലും ചില ആളുകൾ മാത്രമേ അങ്ങനെ. അപ്പോൾ ഞാനിത് എടുത്തു നോക്കിയ സമയത്തൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഇവർക്ക് പേടിയുണ്ട്, എന്ത് എൻ്റെ കുട്ടികൾ ഇതുപോലെ ആയിപ്പോകുമോ. അപ്പോൾ ഇത് പിന്തുണക്കണം, അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല എന്ന് ചിന്തിക്കണ ആൾക്കാരുണ്ടെങ്കിൽ പോലും അപ്പുറത്തും ആളുകളുണ്ടല്ലോ എന്നുള്ളത് ചിന്തിക്കണില്ല. അതിൽ ഈ ബിഗ് ബോസിന്റെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ലക്ഷ്മി എന്നുള്ളൊരു അങ്ങനെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി അവിടെ ഫാൻ ബേസ് ഉണ്ടാക്കിയത് അതിലൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫേസ്ബുക്ക് കൊടുത്തു നോക്കിയാൽ ലക്ഷ്മി ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിക്ക് ഒരു ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ മോഹൻലാലിനോട് പോലും വാദിച്ച് അവളെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. അതിനുശേഷം 1-2 ക്ലിപ്പിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടു. ഇപ്പോൾ മുൻ കണ്ടസ്റ്റന്റുകളൊക്കെ അതിലേക്ക് വന്നിട്ടുള്ള സിറ്റുവേഷനും അപ്പോഴൊക്കെ ഈ പ്രോപ്പഗൻഡ LGBT കമ്മ്യൂണിറ്റിയെ ഒരു നോർമലൈസ് ചെയ്യുന്ന രീതിയിലും അതിനെ ഒരു കൊട്ടിക്കൊണ്ടുള്ള ഒരു രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായപ്പോഴും തന്റെ നിലപാടിൽ അവർ ഉറച്ചു എന്നുള്ളത് ഒരു കാര്യമാണ്. അല്ല, ഇപ്പൊ ലക്ഷ്മി പേടിച്ചത് തന്റെ കുട്ടി അങ്ങനെ ആയി പോകുന്നില്ലതാണ്. അപ്പോൾ നോർമലി ഒരു ചെറിയ കുട്ടി എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ണിൽ കാണുന്ന സംഗതികളൊക്കെ ഇതാണ് എന്നുള്ള ചിന്തയോടെ വളരുന്നതാണ് കുട്ടികൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും എന്തായാലും കുട്ടികൾ ഫോൺ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇത് ഭയങ്കരമായിട്ട് കുട്ടികളുടെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടാണ് കുട്ടികൾ ഓരോന്നും ചെയ്യുന്നതും ഇതാക്കുന്നതും. അപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ ഞാൻ റീൽ കണ്ട സമയത്ത് ഒരു സ്ത്രീ സഹോദരൻ അയച്ച റീലാണ്. അപ്പോൾ ആ സ്ത്രീയുടെ കുട്ടി പറയാണ് സ്ത്രീയോട്, ഇങ്ങനെ രണ്ട് പേര് ബിഗ് ബോസ് കണ്ടിരിക്കണ ആൾക്കാരാണ്. അപ്പോൾ ഈ 2 പേരും ഇങ്ങനെ ഇതാക്കണം. അപ്പോൾ നിങ്ങൾക്കും മൂത്തമ്മക്കും കല്യാണം കഴിച്ചുകൂടെ ഉമ്മ എന്ന് ചോദിക്കുകയാണ് ആ കുട്ടി, ഉമ്മയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇമ്മക്ക് എങ്ങനെ കുട്ടിനെ ക്ലിയർ ചെയ്ത് കൊടുക്കണ്ടെന്ന് അറിയണില്ല. അതിന്റെ ഒരു എഡ്യൂക്കേഷൻ ഇതെങ്ങനെ ഇത് എന്താണ് ഇതിന്റെ ബേസ്? ഇപ്പൊ നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ ആണ് പെണ്ണ്, അപ്പൊ ബയോളജി പഠിച്ചാൽ അവയവങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇതിങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സംഗതി എങ്ങനെയാന്ന് ഒരു ചെറിയ കുട്ടിക്ക് അതിനുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായം അതിലൊരു പരാജയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതായത് ശാസ്ത്രീയമായിട്ട് ഒരു സെക്സ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ പോലും വെസ്റ്റേൺ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ നാട് പലപ്പോഴും ഇതൊരു കൗതുകമുള്ള എന്തോ ഒരു ഇതാക്കിയിട്ടാണ് പലപ്പോഴും കാണുന്നതും. അത് പല രീതിയിലുള്ള ഇത്തരം തെറ്റിദ്ധാരണകളിലേക്ക് നയിക്കുന്നുണ്ട്, പല ക്രൈമുകളിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ മീഡിയകളൊക്കെ വളരെ സജീവമായിട്ട് അല്ലെങ്കിൽ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. കാരണം എല്ലാം വിരൽത്തുമ്പിലാണ്. ഈവൻ ചെറിയ കുട്ടികൾക്കടക്കം ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന കണ്ടന്റുകളാണ് പലതിലും വരുന്നതും. ഇപ്പോൾ ഈ AI ഇതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഞാനടക്കം ജെമിനി AIൻ്റെ ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോഴത്തെ കാലം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രൈവസി സംരക്ഷിക്കപ്പെടുമോ, അതല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഭീഷണിയാവുന്ന തരത്തിലേക്ക് നമുക്ക് തന്നെ വരുമെന്നുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് അതിലുള്ളൊരു അഭിപ്രായം? അത് എന്തായാലും ഭീഷണിയായിട്ട് തന്നെ വരും. കാര്യം ഏറ്റവും ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ അടുത്ത് ആ ഒരു സ്ത്രീ തൻ്റെ ഫോട്ടോ ജെമിനിയിലിട്ട്, അത് ഫുൾ സ്ലീവ് ഉള്ള ഫോട്ടോ ആണ് ജെമിനിയിലിട്ട്, അത് സാരി എടുത്തൊരു ഫോട്ടോ ആക്കിയിട്ട് അയക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചത്, അതിനെ പ്രോംപ്റ്റൊക്കെ കൊടുത്ത്. അപ്പോൾ ഇത് റിട്ടേൺ വന്ന സമയത്ത് സ്ലീവ്ലെസ് കൈയുള്ള സാരിയാണ്. അപ്പോൾ കയ്യിലുള്ള മറുക് പോലും അവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ സേഫ്റ്റി എത്രത്തോളമാണ്? കേവലം നമ്മൾ അത്രയും മറച്ചു വെച്ച സംഗതിയിൽ ആ ഒരു ഇത് കാണാൻ കഴിഞ്ഞെങ്കിൽ ഇതിലൊക്കെ എന്ത് സേഫ്റ്റി ആണുള്ളത് നമ്മൾ ചിന്തിക്കണം. സത്യത്തിൽ ജെമിനി ഉൾപ്പെടെ ഇപ്പോൾ ഗൂഗിളിൻ്റെ അടുത്താണല്ലോ ഡാറ്റകൾ കൂടുതലുള്ളത്. കാരണം ഗൂഗിൾ ഒരുപാട് കാലമായി ആൻഡ്രോയിഡ് വെർഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇപ്പോഴും ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മൊബൈലുകളിൽ ഇത് ഓപ്പൺ ആവുകയാണ്. ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിലാണ് നമ്മൾ പല ആളുകളും
പ്രൈവസി എന്നുള്ള രീതിയിൽ പലതും നമ്മൾ സൂക്ഷിക്കുന്ന ഒരു സാധനം ഗൂഗിൾ ഡ്രൈവ്. അതെ. ഈവൻ ഗൂഗിൾ ഡ്രൈവ് പോലും ഗൂഗിളിന് ആക്സസ് ഉണ്ട് എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. അപ്പോൾ പല ആളുകളുടെയും ഡാറ്റ വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇപ്പോൾ നമ്മൾ കെയർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. റിഷാദ് പറഞ്ഞ പോലെ കേൾക്കുകയാണെങ്കിൽ ഇത് ഒരു കുറച്ച് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനൊരു ബാൻ നിരോധിക്കുന്ന ഒരു സാഹചര്യം വരെ വരാൻ സാധ്യത ഉണ്ടാവും. അത്രക്ക് സേഫ് അല്ലത് ഇങ്ങനത്തെ ഇതുപോലെ. അല്ല ഇനിയിപ്പോ ഇതിന്റെ ആരംഭമാണ്. കുറച്ച് കഴിഞ്ഞാൽ കേസുകൾ ഒന്ന് തുടങ്ങും. അപ്പൊ പിന്നെ ഇത് നിരോധിക്കുന്ന രൂപത്തിലേക്ക് എന്തായാലും എത്തിപ്പെടുന്നതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അല്ല ഇതില് ഇപ്പൊ നമ്മള് എഐയിൽ ഡാറ്റ കൊടുത്തില്ല എന്നുള്ളതല്ലല്ലോ. എഐയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവരുടെ അടുത്ത് ഓൾറെഡി ഡാറ്റ ഒക്കെ കിട്ടുന്നില്ല. ഓക്കെ, പക്ഷെ ഇത് ജനങ്ങളിൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ലതിലാണ് ഒന്നും കാര്യം. ഇപ്പൊ നമുക്ക് എന്തും സുലഭമാണ്. ആദ്യമൊക്കെ ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഇപ്പോൾ 2 പേര് ഒരുമിച്ച് നിർത്തണം, അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് പഠിക്കണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിലുണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ ആ പെണ്ണിൻ്റെ കേസ് പറഞ്ഞ സമയത്ത് ആ സ്ത്രീയുടെ കേസ് പറഞ്ഞ സമയത്ത് കൈ ഉള്ളാത്ത അതെ, അപ്പോൾ ഈ ഉള്ളിലെ മറുക് നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ശരീരഭാഗം മൊത്തം നോട്ടീസ് ചെയ്യപ്പെടാൻ ഒരു പാടുമില്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണെങ്കിലോ എന്നുള്ളതൊരു ഡീപ് ഫേക്ക് പോലെ വന്നിട്ടുണ്ട്. ദുരുപയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും നിയന്ത്രണം വരാൻ സാധ്യത മുന്നിൽ നമുക്ക് കാണുന്നുണ്ട്. ഇതേ പോണാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ നമുക്ക് എത്രത്തോളം ഓരോ രാജ്യങ്ങളും ഇടപെടും എന്നുള്ളതിൽ ഇപ്പോഴും സംശയമാണ്. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശവും പലയിടത്തും ഉണ്ട്. ഇപ്പോൾ അൽബേനിയയിലൊക്കെ മന്ത്രിസഭയിൽ ലോകത്ത് ആദ്യമായിട്ടൊരു 7 മന്ത്രിയാണുള്ളത്. DLA എന്ന് പേരിട്ടിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ടെൻഡർ കാര്യങ്ങളും കമ്പനികൾക്ക് കൊടുക്കുന്നത്, അഴിമതി നിരീക്ഷിക്കുക, കരാറുകൾ നിരീക്ഷിക്കുക, ഇതൊക്കെയാണ് AI മന്ത്രിയുടെ ചുമതല. അപ്പോൾ അഴിമതി മുക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു രാജ്യത്ത് മന്ത്രിസഭയിൽ ഒരു AI മന്ത്രിയെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്തൊരു ജനറേഷൻ അല്ലെങ്കിൽ വരും തലമുറയിൽ ഇതൊക്കെ എവിടെ എത്തും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ജെമിനിയും ChatGPT ഒക്കെ എടുക്കുകയാണെങ്കിൽ AI എവിടെ എത്തി എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ചിന്തിച്ചൊരു വിഷയം, ശരിക്കും അങ്ങനെ ഒരു AI മന്ത്രി നമ്മളെ കേരളത്തിലേക്ക് ആവശ്യമുണ്ട്. അതെ, അഴിമതിയൊക്കെ നിരീക്ഷിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസകരമായ ഒരു സാധനം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ മന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു വാർത്തൻ്റെ താഴെ മലയാളികളെ കമൻ്റാണ്. അതിൽ മലയാളികളെ കമൻ്റ് എന്താ വെച്ചാൽ, AI മന്ത്രിയെ കൊണ്ടുവരുന്നത് കരാറിലൂടെ 1000 കോടി ഇവിടെ തട്ടുന്നതാണ് അതിലുള്ള കമൻറ്റ്. അപ്പോൾ പിന്നെ അതിന് മറ്റൊരു രസകരമായ കമൻറ്റ്, AI മന്ത്രി അതും ഇന്ത്യയിൽ, എന്നിട്ടല്ലേ ഇന്ത്യയിൽ എന്നിട്ട് കേരളത്തിൽ നടന്നത് തന്നെ, ഇങ്ങനെ പറഞ്ഞിട്ട്, അതായത് അത് അഴിമതി നിരീക്ഷിക്കാനുള്ള രീതിയിൽ ഒരു AI മന്ത്രിനെ അവതരിപ്പിക്കുന്ന കരാറിൽ പോലും അഴിമതി നടത്തുന്നതാണ് നമ്മൾ മലയാളികൾ അതിൽ. ഇതിപ്പോ തമാശ രൂപ പറയണമെങ്കിൽ ഇത് വളരെ ഗൗരവകര കാര്യമാണ്. കാരണം ഈ ഇപ്പൊ കമന്റ്സിലും ഇതിലൊക്കെ ജനങ്ങൾ ഇങ്ങനെ പറയണമെങ്കിൽ അത്രത്തോളമാണ് കേരളത്തിന്റെ അവസ്ഥ നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ AI-ന്റെ ഒരു ഇതിൽ തന്നെ പറയുകയാണെങ്കിൽ ChatGPT, ഗൂഗിൾ ഭയങ്കരമായ രീതിയിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ഒരു ദിവസം മുമ്പൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതും ഇപ്പോൾ ഗൂഗിളാണോ ഉപയോഗിക്കുന്നത് അത്ര കാര്യങ്ങൾക്ക് എന്നുള്ളതല്ല. അതെ, അപ്പോൾ ഇത് എത്ര വലിയ നഷ്ടമാണ് ഗൂഗിളിന് ഉണ്ടാക്കിയിട്ടുണ്ടാവുക, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഇപ്പോൾ ലോകത്തുള്ള എവരി പേഴ്സണാലിറ്റിക്കും ഇപ്പോൾ ഇത് കിട്ടല്ലേ, ChatGPT ഒരുപാട്. അപ്പോൾ ഗൂഗിളിന് അത് ഉണ്ടാക്കിയ നഷ്ടം എത്രയായിരിക്കും? പക്ഷേ ഇപ്പൊ ജനങ്ങളിത് ChatGPT തിരഞ്ഞെടുക്കാനുള്ള കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം കിട്ടുന്നുണ്ട്, അക്യുറേറ്റ് ആയിട്ടാണ്. കാരണം നമ്മള് ഇതൊരു സിസ്റ്റത്തോട് ചോദിച്ചറിയാന്നുള്ളതിനപ്പുറം ഒരു പേഴ്സണോട് സംസാരിച്ച് അത് എല്ലാം അറിയുന്ന ഒരു പേഴ്സണോട് സംസാരിച്ചിട്ട് ആ പേഴ്സൺ നമുക്ക് മറുപടി തരുന്നത് പോലെയാണ് ഇതിൽ ഫീൽ ചെയ്യുന്നത്. അതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗൂഗിള് ഈ വരുന്ന കാലങ്ങളിലുള്ള ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഇൻവെസ്റ്റ് ചെയ്തത് പുതിയ AI ടെക്നോളജിയെ ഡെവലപ്പ് ചെയ്യാൻ. കാരണം ChatGPT ഭയങ്കരമായ രീതിയിൽ ഗൂഗിളിന് ഒരു തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണ. ഇപ്പോൾ ആ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, പിന്നെ നേരത്തെ പറഞ്ഞ ഇത് ഒരു പ്രശ്നമാകും, അതല്ലെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നേപ്പാളിൽ നടന്ന പ്രശ്നം, ഇപ്പോൾ ഈ ഒരു രാജ്യത്ത് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇങ്ങനെയൊക്കെ അഴിമതി ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അഴിമതി ഉണ്ട് വരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ നേപ്പാളിൽ പുതിയ തലമുറയാണ് അവിടെ ഒരു പ്രൊട്ടസ്റ്റിന് തന്നെ തുടക്കം കുറിച്ചത്. ഇപ്പോൾ ആ വാർത്ത ശ്രദ്ധിച്ചിക്കണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അതിന് സോഷ്യൽ മീഡിയ നിരോധിച്ചതും പബ്ലിക് ഇടപെട്ടിട്ട് അവിടെ മന്ത്രിസഭ തന്നെ മാറിയൊരു കാര്യം ഉണ്ടാവും. അപ്പോൾ പുതിയൊരു തലമുറ ടെക്നോളജി വായിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോഴും അവരിതിലൊക്കെ അവെയർ ആണ് എന്നുള്ളതാണ് ഭരണത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ തോന്നിക്കണം.
അതായത് പൊളിറ്റിക്സും ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ പൊളിറ്റിക്സ് യൂത്തിന് താല്പര്യമില്ല പറയുമ്പോൾ പോലും അവരങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ആയാലും കാര്യങ്ങളായാലും അവര് പൊളിറ്റിക്സ് ഒക്കെ അറിഞ്ഞിരുന്ന് അതിനെ ഉപയോഗിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അതിനെതിരെ സംസാരിച്ചു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം. ഇവൻ നമ്മളെ നാട്ടിലടക്കം പല ആളുകളും പറയുന്നുണ്ട് ജെൻസി തലമുറ ഇതിലൊന്നും അവെയർ അവര് റീലിലും ഇൻസ്റ്റഗ്രാമിലും റിയാലിറ്റിയിലല്ല എന്ന് പലരും പറയുമ്പോൾ പോലും നേപ്പാളിലെ പുതിയ ജനറേഷനാണ് ഒരു ഭരണകൂടം തട്ടിമറിച്ചത്. ഇപ്പോൾ ഇന്ത്യയായിട്ട് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് അതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ശരിക്കും കാരണം നമ്മളെ നാട്ടിലത്തെ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ കോളേജിൽ പോകുന്ന സമയത്ത് ഒരു മെക്സിക്കൻ അപാരത എന്നുള്ള സിനിമ കണ്ടുപോയിട്ട് ചുവന്ന കൊടി കാണുമ്പോൾ അതിന് വോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പൊ നിലവിൽ നമ്മളിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണ് രാഷ്ട്രീയം എന്ന് ആരും പഠിക്കണില്ല, ആരും പഠിപ്പിക്കണില്ല. പിന്നെ ഈ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ ഉച്ചത്തിൽ പ്രസംഗിക്കുന്നത് കണ്ടിട്ടൊക്കെയാണ് ഇവർ എന്താണ് രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കുന്നതും. ഈ ഉച്ചത്തിലുള്ള പ്രസംഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല ഒരിക്കലും, ആ ഒച്ച കേട്ടിട്ടാണ് ഇവര് എന്ത് ചെയ്യണത്, കയ്യടി ഒച്ച. അപ്പൊ ബാക്കിലേക്ക് നോക്കുമ്പോൾ അത് BGM ഇട്ടിട്ടുള്ള ആ വീഡിയോസ് ഒക്കെ കാണുമ്പോഴാണ് ഇതാണ് രാഷ്ട്രീയം, ഇതാണ് സെറ്റപ്പ് പാർട്ടി എന്നുള്ളത് തിരിച്ചറിയണത്. അപ്പൊ നമുക്ക് ഒരിക്കലും പുറമോടി കണ്ടിട്ടൊരു പുസ്തകം അത് പ്രോപ്പറായിട്ടുള്ളൊരു പുസ്തകമാണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു അവയർനെസ് എന്തായാലും ഒരിക്കലും ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാല് പൊതുവെ രാഷ്ട്രീയവാദമാണ് മൊത്തം തലമുറക്ക്. രാഷ്ട്രീയവാദം ഉണ്ട്, നല്ലൊരു ശതമാനം രാഷ്ട്രീയവാദം ഉണ്ട്. എന്താ കൊടി പിടിച്ചിട്ട് അല്ലെങ്കിൽ അയാളൊരു പ്രകടനത്തിന് പോയിട്ട് ഒരു സമ്മേളനത്തിന് പോയിട്ട് നമുക്ക് എന്ത് നേടാനാ, അവന്റെ ഒരു ഇതിലാണ്. പക്ഷെ ഇങ്ങനൊക്കെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇത് ഫേസ് ചെയ്യുമ്പോഴും ഇതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ടുണ്ട് നേപ്പാൾ എന്നാണ് മനസ്സിലാക്കുന്നത്. നേപ്പാൾ മൊത്തം അട്ടിമറിച്ചിട്ട് ഇപ്പോൾ ജെൻസി ജനറേഷൻ ആണല്ലോ. അപ്പോൾ അരാഷ്ട്രീയവാദം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ ഉറങ്ങിക്കിടക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അവർ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ നിരോധിച്ചു എന്നാണല്ലോ നേപ്പാളത്തെ പ്രശ്നങ്ങൾ പ്രത്യക്ഷത്തിൽ തുടങ്ങാനുള്ള കാരണം. അപ്പോൾ അതിലേക്ക് നയിച്ച ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ നെപ്പോ കിഡ്സ് എന്നുള്ള ഹാഷ്ടാഗ് ഒക്കെ ഇവർ ഭയങ്കരമായി ഉപയോഗിക്കുകയും അഴിമതിയെക്കെതിരെ ഒരു തെരുവിലിറങ്ങിയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിരോധിച്ചതും പല പ്രശ്നങ്ങളും ഉണ്ടായത്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങളെ കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജിലുണ്ടായിരുന്ന ഇപ്പോൾ പല തസ്തികകളിൽ കോളേജിലുണ്ടായിരുന്ന ആളുകളും അല്ലെങ്കിൽ സ്റ്റുഡൻസൊക്കെ ഇവർക്കൊക്കെ എന്താണോ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പാർട്ടിൻ്റെ ബേസ് എന്താ, അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ല. അപ്പോൾ ഇവരാരോ പിടിച്ചു എന്നിട്ട് ഇന്ന മേഖലയിലേക്ക് മത്സരിക്കണം, അപ്പോൾ മത്സരിച്ചു. അപ്പോൾ പാർട്ടിക്കാരിങ്ങനെ പറയുന്നു, അപ്പോൾ പാർട്ടി ഇലക്ഷൻ്റെ അന്ന് എല്ലാവർക്കും ബിരിയാണി കൊടുക്കുന്നു, അപ്പോൾ ഞാനും ബിരിയാണി കൊടുക്കാൻ, അപ്പോൾ എണീറ്റ് നിന്ന് എന്തെങ്കിലും സംസാരിക്കണം, അപ്പോൾ സംസാരിക്കുക. വെറും ഇങ്ങനത്തെ ഒരു സംഗതിയായിട്ടാണ് ഞാനൊക്കെ രാഷ്ട്രീയത്തെ കണ്ടത്. ഇതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ എനിക്ക് പാർട്ടിയില്ല. കാര്യം എന്താ വെച്ചാൽ ഇതാണ്, ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചതോടെ ഇതൊക്കെ ശരിക്കൊരു ഫേക്ക് സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനങ്ങനെ ഒരു പാർട്ടിയിലേക്ക് പോകാഞ്ഞത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നില്ലതിനപ്പുറം ഇവർ കുറേ കോളേജിലൊക്കെ ആണെങ്കിൽ പോലും ലാഭങ്ങൾ നോക്കുന്നുണ്ട്. അതിപ്പോൾ കേരള രാഷ്ട്രീയം എടുത്ത് നോക്കുകയാണെങ്കിലും അവനവനെ ലാഭിൻ്റെ സംഗതികളൊക്കെയാണ്. അപ്പോൾ ശരിക്കും അണികൾ മണ്ടന്മാരാവുന്ന ഒരു കാഴ്ചയൊക്കെ ഞാൻ ഈ പഞ്ചായത്ത് ഇലക്ഷനിലും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ചില ആളുകളെ മുന്നോട്ട് നിർത്തിയിട്ട് ഇന്നത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ ഇതാക്കണം, നമ്മുടെ രാഷ്ട്രീയമാണ് വരുന്നത്, അവരങ്ങോട്ട് പൊലിപ്പിച്ച് ഉഷാറാക്കി ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇന്നത് കിട്ടുമെന്ന് പറഞ്ഞ് അവർ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പഞ്ചായത്തിൻ്റെ ആ വാർഡിൻ്റെ പരിസരത്തേക്ക് അവരെ കാണാത്തൊരു രൂപയൊക്കെയാണ് നിലവിൽ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതാണ് ഈ രാഷ്ട്രീയത്തിൽ അണികൾ മണ്ടന്മാർ എന്നുള്ള ആ ഒരു പ്രയോഗമാണ് ഞാൻ ഇപ്പോൾ ഇന്ന സ്ട്രൈക്ക് ചെയ്തൊരു കാരണം. അതിൽ നിന്ന് ഞാൻ വേറൊരു രീതിയിലേക്ക് ആ ഒരു വിഷയത്തിൽ കാണുന്നത്, അതായത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇപ്പോൾ പല വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അന്തർദേശീയ തലത്തിൽ. ഇപ്പോൾ ഫലസ്തീൻ, ഇസ്രായേൽ, അല്ലെങ്കിൽ ഖത്തറിൽ ബോംബിട്ടതും അങ്ങനെയുള്ള പല വിഷയങ്ങളും. പക്ഷേ ഇത് അണികൾ മണ്ടന്മാരാക്കും എന്നുള്ളത് പോലെ തന്നെ ഇതിനെ ഇമോഷൻസിനെ കരുവാക്കിയിട്ട് ഇപ്പോൾ പല ആളുകളും ഇതിൽ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പല വിഷയങ്ങളും. അതുണ്ട്. ഇത്രയും ഇങ്ങനെ ഒരു ഇപ്പോൾ പാലസ്തീൻ പ്രശ്നത്തിൽ ലോകരാജ്യങ്ങളൊന്നും കറക്റ്റ് ഒരു പ്രോപ്പറായിട്ട് ഒരു ഐക്യദാർഢ്യം പോലും അല്ല. ഇപ്പൊ ഞാൻ ചിന്തിച്ചൊരു വേറെ വിഷയം, ഇപ്പോൾ ഈ ഫലസ്തീന് അല്ലെങ്കിൽ ഗാസന്റെ ചുറ്റുപാടുള്ളതൊക്കെ മുസ്ലിം രാജ്യങ്ങളാണ്. അപ്പോൾ ഇവർക്ക് ആ രാജ്യം തുറന്നു കൊടുത്താൽ പോരെ എന്നില്ല ഞാൻ ചിന്തിച്ചിനി. അപ്പോൾ ശരിക്കും
മുസ്ലിങ്ങളാണല്ലോ ഇത് ശരിക്കും വേദനിക്കണത്. ഈമാനുള്ള മുസ്ലിങ്ങൾ എന്നൊക്കെ ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ ഈമാനുള്ള മുസ്ലിങ്ങളാണെങ്കിൽ ഞാൻ മരിച്ചാലും എൻ്റെ സഹപാഠി സംരക്ഷിക്കപ്പെടുക എന്നുള്ളതൊക്കെയാണ് ഈമാനുള്ള മുസ്ലിം ചിന്തിക്കുക. അപ്പം അങ്ങനെയുള്ളൊരു ഇതിൽ ഇത്രയും കുരുതി നടന്നിട്ടും മറ്റു രാജ്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നില്ലല്ലോ. മുസ്ലിം രാജ്യങ്ങളിൽ എത്രയോ മുസ്ലിം രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇവരങ്ങോട്ട് ക്ഷണിച്ച് അവരെ കെയർ ചെയ്യണ പകരം ഇവർ മൗനം പ്രാപിക്കുകയാണ്. അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? ഇടപെടാൻ കഴിയുന്ന തരത്തിലും. അതെ 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 അതെ. ഇപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തണില്ല എന്നുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ ഖത്തറിനെ തൊട്ടപ്പോഴാണ് വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് സ്ട്രോങ് ആയിട്ട് പിന്നെയും വന്നത്. പക്ഷെ അതിലും ഒരു തിരിച്ചൊരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ യുദ്ധങ്ങളുടെ ഒക്കെ ഒരു സ്വഭാവം, ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് 2 ആഴ്ചൻ്റെ ഉള്ളിൽ ഒരു 14 ദിവസം അതിനുള്ളിൽ ഒരു തീരുമാനം, ഒരു ജയമോ പരാജയമോ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ യുദ്ധത്തിൽ ജയവും പരാജയവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ യുദ്ധം അങ്ങനെ തുടർന്നുകൊടുക്കും. ഇപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം തുടങ്ങിയിട്ട് 1-2 വർഷം ഇപ്പോൾ ആവാൻ പോവാണ്. 24 മാസങ്ങൾ ഏകദേശമായി. ഒക്ടോബറിലേക്ക് അതാവുകയാണ്. ഒക്ടോബർ 7-നാണല്ലോ ഇപ്പോൾ കഴിഞ്ഞത് തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം 2 വർഷം പൂർത്തിയാവാൻ പോവാണ്. എന്നിട്ടും അതൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പിടിക്കപ്പെട്ട ഇനിയും ബാക്കിയുള്ള ഫലസ്തീൻ്റെ കയ്യിലുള്ള ഒരു ബന്ദിയെ പോലും ഇസ്രായേലിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇപ്പോൾ ഒരു യുദ്ധങ്ങൾ തീരുമാനമാവില്ല എന്ന് പറയുന്നതിന് മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ റഷ്യ-യുക്രൈൻ പ്രശ്നം. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം റഷ്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉക്രൈൻ ഒരു ചെറിയ രാജ്യമാണ്. ഫസ്റ്റ് 2 വീക്സ് അതിനുള്ളിൽ ഇവർ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ആ യുദ്ധം ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇപ്പോൾ ഫലസ്തീന് ബന്ദിയാക്കി വെച്ചൊരു ഇസ്രായേലി ചെറുപ്പക്കാരൻ, ഒരു 28 വയസ്സ് 29 വയസ്സായിട്ട്. അപ്പം ഞാൻ ഇപ്പോഴത്തെ ഒരു റീല് കാണുന്ന സമയത്ത് കണ്ടു. അപ്പം ഇദ്ദേഹം അയാൾ ആദ്യത്തെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്, ശേഷം ഇപ്പം നിലവിലുള്ള ഫോട്ടോ ഉണ്ട്. അപ്പം മെലിഞ്ഞൊട്ടി എല്ല് കാണുന്ന നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനെ ആദ്യം മെലിഞ്ഞൊട്ടി എല്ല് പോലെ ആയിട്ടുള്ള ആളായിട്ടുണ്ട് ഇപ്പോൾ. അപ്പം അദ്ദേഹം അയാൾ കഴിച്ച ഭക്ഷണം അടക്കം ഓരോന്നും ചുമരിലിങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. ഓരോ ദിവസം അതിൻ്റെ ഉള്ളിൽ ചുമരിലിങ്ങനെ എഴുതി വെക്കുന്നുണ്ട് കഴിച്ച ഭക്ഷണം കാര്യങ്ങൾ. എന്നിട്ട് അയാൾ ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട്, സന്ദേശം അയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ, ഞാൻ പട്ടിണിയിലാണ്. അപ്പോൾ ഇവരെന്നെ പട്ടിണി കിട്ടതല്ല, ഇവർക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്നൊരു വിഹിതം എനിക്ക് തരുന്നുണ്ട്, അത് കഴിച്ചിട്ടാണ് ഞാനിങ്ങനെ. അപ്പോൾ ഞാൻ മാത്രമല്ല, ഇവിടെ എല്ലാവരും പട്ടിണിയിലാണ്. എന്നിട്ട് അയാൾക്ക് ആ ക്യാമറ പേഴ്സൺ അയാൾക്ക് ഒരു ഡപ്പയിൽ എന്തോ ഒരു ഭക്ഷണ പദാർത്ഥം, അവിടുത്തെ ഒരു ഭക്ഷണ പദാർത്ഥം നീട്ടുണ്ട്, ചെറിയൊരു ഡപ്പയാണ്. എന്നിട്ട് അത് പിടിച്ചിട്ട് ഇയാൾ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ ഒരു മാസത്തേക്കുള്ള ഭക്ഷണം കേട്ടോന്ന്. അപ്പം അതെ അതെ അതെ. അപ്പം അത്രത്തോളം പട്ടിണിയാണ് അനുഭവിക്കുന്നത്. ഏത് ഇസ്രായേലി ഫലസ്തീനിൽ ബന്ദിയായ ഒരു ഇസ്രായേലി ചെറുപ്പക്കാരൻ അയാൾ അനുഭവം വരാണ്. അതായത് ഇന്ന മാത്രം നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷിക്കണ്ട, ഈ നാടിനെ കൂടെ രക്ഷിക്കൂന്ന് അയാൾ പറയണത്, ഇത് ശത്രുരാജ്യത്തുള്ള ആള് പറയണത്. അപ്പൊ അത്രത്തോളം അനുഭവിക്കണ മനുഷ്യന്മാരെന്നുള്ളത്. ബന്ദികളെ കൈകാര്യം ചെയ്യുന്നിടത്ത് ഫലസ്തീൻ ഉൾപ്പെടെ പലപ്പോഴും വളരെ ഡീസൻ്റ് ആയിട്ടാണ് പെരുമാറിയെന്നുള്ളതാണ്. ഇപ്പോൾ പല ഇതിലും ഇപ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രചരണങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കുറേ പ്രചരണങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. വളരെ സേഫ് ആയിട്ടാണ് ഞങ്ങൾ അവർ കെയർ ചെയ്തത്. പക്ഷെ അതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പൊ ഇത്രയും ചെറിയ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ കൊല്ലുന്നവർക്ക് അതായത് ഫലസ്തീനാണ് ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ ബന്ദികളെ വളരെ മാന്യമായിട്ടാണ് എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. പക്ഷെ ഈ യുദ്ധത്തിനൊരു അവസാനം ഒന്ന് നമ്മൾ നോക്കിയാണെങ്കിൽ എന്താ വെച്ചാല് 98 ലക്ഷം ആളുകളാണ് ഇസ്രായേലിലെ ജനസംഖ്യ. അത്ര സ്ട്രെങ്തേ അവിടെ ഉള്ളൂ. അവരെ ലോക രാജ്യങ്ങൾക്ക് അവരൊരു ഭയം എന്നുള്ളൊരു ലെവലിൽ കാണുന്നുണ്ടോ? ഇതില് സയണിസം ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയല്ലേ ഇസ്രായേൽ. സ്വാഭാവികമായിട്ടും അമേരിക്കൻ്റെ പിന്നിലും ഇസ്രായേൽ തന്നെയല്ലേ. ഇപ്പോൾ നെതന്യാഹു പറഞ്ഞത് ഗസനെ പിടിച്ചെടുത്തിട്ട് അവരെ ഒരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റണം എന്നുള്ള ഒരു ലക്ഷ്യമാണെന്നാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് അവർ പറയണത്. ഇത്രയൊക്കെ ഒരു ആക്രമണം നടന്നിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ 20 ആളോ 30 ആളോ ഡെയിലി ഒരു 100-50 ഇടയിൽ ആളുകളെ അവർ കൊന്നെടുക്കുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളൊന്നും ഒരു അക്ഷരം മൗനം പ്രാപിക്കുന്നുണ്ട്. ഈ ഇതിലിപ്പോൾ അമേരിക്കൻ്റെ ഒരു റോളാണ്. അമേരിക്കക്ക് സത്യത്തിൽ ഇതൊരു ലാഭമുള്ള ബിസിനസ്സാണ്. ആയുധ കച്ചവടമാണ് ഓർക്ക് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഖത്തർ ഇതിനൊരു മധ്യസ്ഥ വഹിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ മീഡിയേറ്റർ ആയിട്ടുള്ളതാണ് റോള്. പക്ഷേ
ആ മീഡിയേറ്റർ റോള് പോലും കൃത്യമായി രീതിയിൽ 100% പെർഫെക്റ്റ് ആയിട്ട് സംഭവിക്കണില്ല എന്നുള്ളതല്ലേ ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ട്രംപ് രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരു ഫ്ലൈറ്റാണ് ഖത്തറിന്റെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഈ ഇസ്രായേലി ജനങ്ങളുടെ ഒരു മനോഭാവം എന്തായിരിക്കും? അതായത് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലേ, പല പ്രൊട്ടസ്റ്റുകളും നെതന്യാഹുവിനെതിരിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ട്. അതായത് അല്ല, അവിടുത്തെ ജനങ്ങളുടെ ജീവിതമൊക്കെ സാധാരണഗതിയിൽ തന്നെയാണോ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല, പിന്നെ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ട്. നെതന്യാഹുവിനെതിരെ ചാരക്കേസ്, ഒരുപാട് കേസുകളായിട്ട് ഇസ്രായേലില് അതായത് ഭരണം നിലനിർത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് നെതന്യാഹു ഇതിനെ കാണുന്നത്. പക്ഷെ അവിടെ ഇന്റേണലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ രാഷ്ട്രീയപരമായിട്ട് നെതന്യാഹു സർക്കാരിനെതിരിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രം മുൻനിർത്തിയിട്ട് ഇന്ത്യയിൽ BJP എങ്ങനെ ഒരു ഇടപെടലുകൾ നടത്തിയോ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആക്കി നിർത്തിയിട്ട് ഒരു പുലി വരുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു കഥ ഉണ്ടല്ലോ, അതേപോലെ ഉള്ള ഒരു സംഭവമായിട്ടാണ് എനിക്കതിനെ തോന്നുന്നുള്ളത്. ഇപ്പോൾ ഇസ്രായേലും അതന്നെ ഒരു ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കണം അല്ലെങ്കിൽ ഫലസ്തീൻ ഗാസ പിടിച്ചടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അവിടുത്തെ ജൂത അല്ലെങ്കിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പ് നോക്കുകയാണെന്നുള്ളത്. പക്ഷെ അതിനപ്പുറത്ത് ഇവരെ രാജ്യത്ത് നിന്ന് പോലും നെതന്യാഹുവിനെതിരിൽ പ്രക്ഷോഭം ഉണ്ടാകുന്നുണ്ട്. ഈവൻ അമേരിക്കയിലടക്കം വൈറ്റ് ഹൗസിന് മുമ്പിലായിട്ടും പല ഇടങ്ങളിലായിട്ടും പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടല്ലോ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത്. ഈ നിലവിൽ ഈ പ്രശ്നത്തിലൊക്കെ അമേരിക്കൻ റോൾ എന്താണ് ശരിക്കും? ഞാൻ മനസ്സിലാക്കിയത് അമേരിക്ക ഇതിൽ നേട്ടം കൊയ്യാണെന്നുള്ളതാണ്. കാരണം ഒന്ന് ആയുധ കച്ചവടം, പിന്നെ എന്തു വന്നാലും ഇതിന്റെ ഒരു മേജർ റോളിൽ ഞങ്ങളാണ് എന്നുള്ള അമേരിക്കയുടെ ഒരു വരുത്തി. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു വിഷയം ഇന്ത്യയിൽ നടന്നപ്പോൾ പോലും ഞങ്ങളാണ് പ്രശ്നം പരിഹരിച്ചത് എന്നാണ് ട്രംപ് ട്വീറ്റ് ഇട്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇടപെടലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അമേരിക്ക ഈ പ്രശ്നം പരിഹരിക്കും, ഇനി യുദ്ധം ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോഴും ഫലസ്തീനിൽ സമാധാനം വേണം, യുദ്ധം ഇരുകൂട്ടരും വെടി നിർത്തണം എന്നൊക്കെ അമേരിക്ക പറയുമ്പോഴും കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ വോട്ടെടുപ്പിൽ ഇട്ട മറ്റൊരു രാജ്യമാണ് അർജന്റീന. ഇപ്പോൾ നവംബറിൽ നമ്മൾ അർജന്റീനിയൻ ടീം കേരളത്തിലേക്ക് വരും എന്നുള്ളതാണുള്ള അടുത്തൊരു ഒരു ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയം. ഇപ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ എന്താ പറയുള്ളത്, മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത് ഭയങ്കര ഹൈപ്പ് കിട്ടി ഒരു സംസാരം നടന്നു, അല്ല ഒരു ചർച്ചകൾ നടന്നു. അതൊക്കെ അതെ, ഒരുപാട് തവണ വരില്ല എന്ന് മന്ത്രിമാരും മറ്റേ റിപ്പോർട്ടർ ചാനലൊക്കെ എടുത്തു പറയുന്നുണ്ടായി. അപ്പൊ ഇതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നൊക്കെ നമ്മൾ കണ്ടറിയാൻ തന്നെ വേണം. കാര്യം ഇപ്പൊ നിലവിൽ ഇന്നലെ വന്നൊരു വാർത്ത അനുസരിച്ച് കൊച്ചി സ്റ്റേഡിയം അതിന് ആപ്റ്റ് ആണെന്നുള്ളതൊക്കെ അതിന്റെ അധികൃതർ ഒന്ന് പരിശോധിച്ച് ഈ കലൂർ സ്റ്റേഡിയം അല്ലേ ഇപ്പൊ ഈ പറഞ്ഞത്, ഈ കലൂർ സ്റ്റേഡിയത്തിലല്ലേ മുമ്പ് MLA താഴോട്ട് വീണ്. അപ്പൊ എത്രത്തോളം അത് പ്രോപ്പറായി വർക്ക് ചെയ്യണ്ടോന്നുള്ള. പക്ഷെ സംവിധാനം ഇനി മെസ്സി ഇവിടെ വന്നാൽ തന്നെ, കൊച്ചിയിൽ എത്തിയാൽ തന്നെ ട്രാഫിക്കും മറ്റു കാര്യങ്ങളും ഒക്കെ അതിനനുസരിച്ച് എത്രത്തോളം അവരെ ഉൾക്കൊള്ളാൻ നമ്മൾ പ്രാപ്തരാണോ എന്നുള്ളതാണ് ചോദ്യം. ഒരു സംശയമാണ്. അത് ഭയങ്കര കാര്യം. മെസ്സി എന്നുള്ള ലോകം ഉറ്റുനോക്കുന്ന ഒരു താരം, ലോകത്തിലെ ഏറ്റവും നല്ല ഫുട്ബോൾ കളിക്കാരൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്തായാലും ഈ കേരളം മൊത്തം ഫുട്ബോൾ ആരാധകരിലൊരു സ്റ്റേറ്റും കൂടിയാണ്. അപ്പോൾ എന്തായാലും കേരളം മൊത്തം കൊച്ചിയിൽ ഉണ്ടാവും, പുറത്തുനിന്നുണ്ടാവും. അതെ. അപ്പൊ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊരു വൻ ക്വസ്റ്റ്യൻ ആണ്. ട്രാഫിക് ആയാലും ഇത്ര ആളുകളൊക്കെ ആ സ്ഥലത്ത് വന്നു എന്നുള്ളത്. കാരണം അത്ര ആളുകൾക്ക് നിന്ന് കാണാനുള്ള സൗകര്യമൊന്നും കൊച്ചി സ്റ്റേഡിയത്തിൽ എന്തായാലും ഇല്ല. അപ്പം അതൊക്കെ നമ്മള് കൊച്ചി ഇപ്പൊ ഫിക്സ് ആയോ? കാരണം ഇതിന്റെ ഇടയിൽ ഇപ്പോ തിരുവനന്തപുരം ഇന്നലെ വന്നൊരു വാർത്ത കൊച്ചി ഫിക്സ് ആയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് ഇന്നലെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്നത്. അപ്പം അതിനടിസ്ഥാനമാക്കി കൊച്ചി ആപ്റ്റ് ആണെന്നുള്ളതാണ് അധികൃതർ ആദ്യം അത് പറഞ്ഞതിന്. കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി രാമനാട്ടുകരയിലൂടെ 40 കിലോമീറ്റർ വീഡിയോ ഒക്കെ. പക്ഷെ അതൊന്നും നമ്മൾ തന്നെ ആലോചിച്ചാൽ തന്നെ അതിനൊരു അറ്റല്ല. എങ്ങനെ ഇവിടുത്തെ നമ്മളൊരു കേരളത്തിൽ അല്ലാതെ ഒരു കോഴിക്കോടൊക്കെ വന്നൊരു റോഡ് ഷോ പോവാണെന്ന് പറയുമ്പോൾ ആലോചിക്കാൻ വയ്യ. അത്രയും ക്രൗഡ് വരും. എങ്ങനെ ഇതിനെ ഒരു മാനേജ് ചെയ്യാ ഗവൺമെന്റ് അല്ലെ പോലീസ് സംവിധാനത്തിനോ ആർക്കും ഇതിനെ. പിന്നെ നമ്മളെ ഭൂപ്രകൃതിയും അതിൽ ഭയങ്കര ഒരു നിർണായക സ്വാധീനമാണ്. ഇപ്പോൾ ഇന്റർനാഷണൽ വെസ്റ്റേൺ കൺട്രീസിലുള്ള മാതിരിയുള്ള ഒരു കൾച്ചർ അല്ല നമ്മളെ. ഇവർക്ക് എങ്ങനെ സെക്യൂരിറ്റി കൊടുക്കും എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ.
അതുപോലെ തന്നെ ഇപ്പൊ ഇവരെ ഈ വന്നത് അർജന്റീനൻ ടീം വരും എന്നുള്ളതിൽ ഇപ്പൊ ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇപ്പൊ മെസ്സി അതിൽ കളിക്കാൻ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട് സത്യത്തില്. അതും സംശയം തന്നെയാണ്. റിപ്പോർട്ട് ടി വി 130 കോടി രൂപ ഇതിന് അവിടെ സ്പോൺസർഷിപ്പ് ആണ് കൊടുത്തെന്ന് പറഞ്ഞിട്ടും അതിനുള്ള കറക്റ്റുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള പേപ്പർ വർക്കോ അല്ല അതിൻ്റെ ഒരു തെളിവോ കാര്യമായിട്ടൊന്നും ഈ വാർത്താ സമ്മേളനം വിളിച്ച ആൻഡോ അഗസ്റ്റിനൊന്നും. ഞാൻ ചിന്തിക്കുന്ന വേറെ വിഷയമാണ്. ഇപ്പോൾ ഇങ്ങനെ 130 കോടി കൊടുത്ത് അവരെ കൊണ്ടുവരുന്നതിന് പകരം ഇപ്പം നമ്മുടെ ഇന്ത്യൻ കളിക്കാർ ആശിക്കുരിനൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ഇത് കളിക്കാനുള്ളൊരു വ്യവസ്ഥിതിയൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല നമ്മൾ ചെയ്യണം, നമ്മുടെ നാടിനോട് ചെയ്യേണ്ട ഒരു കാര്യം അതാവൂലേ. കാര്യം ഇത് മെസ്സി വന്നു, ജനങ്ങൾ കണ്ടുപോയി, ലോകം കുറച്ചറിഞ്ഞു എന്നുള്ളതിനപ്പുറം ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്ക് ആ പൈസ വെച്ചിട്ട് കുട്ടികൾക്ക് ഇവിടുന്ന് കളിക്കാനുള്ള സൗകര്യം ചുറ്റുപാടും സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭാവിയിൽ നമ്മുടെ രാജ്യം ഈ അടുത്ത് തന്നെ വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു രൂപത്തിലേക്ക്. കാരണം ഇപ്പോൾ നടക്കുന്ന കുറേ കളികളിൽ ഒരുപാട് മലയാളി പ്ലേയേഴ്സ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മലപ്പുറം നിലമ്പൂരിലെ ഉവൈസ് മൊയ്ക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ ഇപ്പോൾ കളിച്ച് ഭയങ്കരമൊക്കെ നേടി. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചതാണ്. അപ്പോൾ ഫുട്ബോളിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ISL എടുത്ത് നോക്കിയാലും നമ്മളെ സ്റ്റേറ്റ് അല്ലെങ്കിൽ രാജ്യമൊക്കെ സ്പോർട്സ് മേഖലയിലൊക്കെ പ്രോത്സാഹനം. അല്ല, ക്രിക്കറ്റ് എന്ന് പറയുന്നത് ആദ്യമേ ഇന്ത്യയിൽ പ്രത്യേകിച്ചൊരു ഔദ്യോഗിക കളിയാക്കി. അപ്പോൾ ഔദ്യോഗിക കളിയല്ല, ഔദ്യോഗിക കളി ഓക്കെ ആണെങ്കിൽ കൂടി ഔദ്യോഗികമായിട്ട് ഓക്കേക്കാൾ ഉള്ളത് ക്രിക്കറ്റാണ്. പക്ഷെ അതിനപ്പുറത്തുള്ളതൊന്നും ഒരു സ്പോർട്സ് ആയിട്ട് നമ്മൾ അംഗീകരിച്ചില്ല. ഔദ്യോഗിക തലത്തിൽ അങ്ങനെ ഒരു ഇപ്പൊ സുനിൽ ഛേത്രി പോലുള്ള പ്ലേയേഴ്സ് ഒക്കെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഒരുപക്ഷെ വേറെ ഏതൊരു രാജ്യത്താണെങ്കിൽ മെസ്സിയോ ക്രിസ്ത്യാനോ ആയി തീരുമാനം. ഗോളിന്റെ എണ്ണൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സുനിൽ മെസ്സിയെക്കാളും കൂടുതൽ ആണ് സുനിൽ ഛേത്രി. പക്ഷെ ഈ ഒരു ലോങ് ടൈമിലേക്കുള്ളൊരു ദീർഘവീക്ഷണം ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് സത്യത്തിൽ. ഇപ്പോൾ സ്പോർട്സ് എടുക്കുകയാണെങ്കിലും ഇപ്പോൾ എല്ലാ കായികമേളയുടെ സമയത്തും ഉണ്ടാവും ഏതെങ്കിലും ഒരു ഇപ്പോൾ എന്തെങ്കിലും കേരളത്തിൽ ഉണ്ടാവാറുണ്ട്. ടീമിന് ട്രെയിൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടിയില്ല, ഇതിനൊന്നും ഔദ്യോഗിക സംവിധാനമില്ല, ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഓർമ്മയുണ്ട്. ഇപ്പോൾ നമ്മളെ ആസിം വെളിമണ്ണ് ഇപ്പോൾ ഒരു അംഗവൈകല്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ അന്താരാഷ്ട്ര പാരാലിമ്പിക്സിൽ മത്സരിക്കാൻ അവൻ എത്ര വട്ടപ്പോൾ പല ഈ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചാണ് മത്സരിച്ചത്. പക്ഷെ അവന് മത്സരിക്കാൻ വേണ്ട ഫണ്ടില്ല, സ്പോൺസർഷിപ്പ് ഇല്ല. കഴിഞ്ഞ മത്സരത്തിന് ഇപ്പോൾ ഫ്രാൻസിലിട്ട് പോയത് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയോ 7 ലക്ഷം എത്രയോ വേണം അതിന്. അവൻ ഫേസ്ബുക്കിലിട്ട് നിരന്തരം അഭ്യർത്ഥിക്കേണ്ട ഒരു ഗതികൾ ഒരു രാജ്യത്തെ അഡ്രസ്സ് ചെയ്യാണ് എന്നുള്ളത് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വേറെ ഒരു രാജ്യത്തൊക്കെയാണ് ഇപ്പോൾ ഈ ഉസൈൻ ബോൾട്ടിന്റെ ഒക്കെ ജമൈക്ക പോലൊക്കെ ഉള്ള രാജ്യം, അവരൊക്കെ ദരിദ്ര രാജ്യമല്ലേ അവരൊക്കെ. പക്ഷെ സ്പോർട്സിന് അവരൊക്കെ കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ആ സ്പോർട്സിൽ എന്തെങ്കിലും കിട്ടിയാൽ അവർ അതിന് ഭയങ്കരമായ രീതിയിൽ അവർക്ക് പരിഗണന കൊടുക്കും. നമുക്ക് ഉണ്ടാവും റെയിൽവേയിലോ അല്ലെങ്കിൽ ബാങ്കിലോ എന്തെങ്കിലും ഒരു ഉദ്യോഗം കൊടുക്കുന്നുള്ളത്. എന്നാൽ തന്നെ ഇപ്പൊ ഇന്ത്യൻ ടീമിൽ കയറി കുറെ പ്ലേയേഴ്സ് ജോലി കിട്ടാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ട് ഇപ്പൊ അനസെടുത്തൊടുക്കി അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു തവണ. അപ്പം ഇന്ത്യന്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? അങ്ങനെയാണ് ഇന്ത്യ പിന്മാറിയില്ല. അതെ 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 പിന്മാറി. ഇപ്പോ ഫുട്ബോളിൽ ഇപ്പൊ കേരളത്തിലാണ് ഇപ്പോൾ ISL കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ വിൽക്കുക എന്നുള്ള ഒരു ഓഹരി 100% വിൽക്കാന്നുള്ള ചർച്ചയിലെത്തി. അതെ. അപ്പോ ഈ നമ്മളെ രാജ്യത്ത് ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ ടോട്ടൻഹാം പറഞ്ഞാല് ചാമ്പ്യൻസ് ലീഗ് കളിക്കണ ടീമാണ് ടോട്ടൻഹാമിന്റെ എല്ലാവരും ഫാൻസ് ഉള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോ ഇതിനൊക്കെ സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ആളുകൾക്കും ഇതിന് നേട്ടം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇപ്പൊ ഈ അടുത്ത് ഇപ്പോൾ വായിച്ചു, ഇപ്പോൾ ക്രിക്കറ്റില് ഇന്ത്യൻ ക്രിക്കറ്റിനെ സ്പോൺസർ ചെയ്ത ടീമുകളൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്തതോടുകൂടി നഷ്ടത്തിലേക്കാണ് പോയതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ സഹാറ എത്രയോ വർഷം ഇന്ത്യൻ ടീമിൻ്റെ സ്പോൺസറായിരുന്നു, ജേഴ്സി സ്പോൺസറായിരുന്നു. സഹാറ ആ കമ്പനിയെ പൂട്ടിപ്പോണ രീതിയിലേക്ക് പോയി. അതിനുശേഷം വന്ന ടീം ഓപ്പോ പോയി. അതുപോലെ നമ്മളെ ബൈജൂസ് ഭയങ്കരമായ രീതിയിലുള്ളത് നേരിടേണ്ടി വന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു Dream11 ആണോ എന്ന് സംശയമുണ്ട്, ഉറപ്പില്ല. അതിനിടയിൽ ഹീറോ പല ഘട്ടങ്ങളിൽ പല സ്പോൺസർഷിപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്തതോടുകൂടി ആ കമ്പനിക്ക് തന്നെ നിലനിൽപ്പ്
അവതാളത്തിലാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ ISLൻ്റെ ഇത് എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഇത്ര ആരാധകരൊക്കെ ഉണ്ട്, കളി കാണുന്ന ആളുകളുണ്ട് എന്ന് പറയുമ്പോഴും സ്പോൺസർഷിപ്പിലൂടെ അതിൽ കൃത്യമായി നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 100% ഓഹരിയൊക്കെ വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും അവര് അത്രത്തോളം. പക്ഷെ ബ്ലാസ്റ്റേഴ്സ് അതിനനുസരിച്ചുള്ള രീതിയിലുള്ളൊരു കളിയും കളിച്ചിട്ട് ഉണ്ടോ എന്നുള്ള സംശയം. ഇപ്പോൾ നമ്മുടെ ISL ടീമുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് അത് കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ്. കാര്യം നമ്മൾ ആ ഒരു സ്റ്റേഡിയത്തിൽ പോയിരുന്ന് കളി കാണുന്ന സമയത്തൊക്കെ നമുക്ക് ശരിക്ക് അതിൻ്റെ ഒരു സംഗതി മനസ്സിലാവും. അപ്പോൾ ഇത്രത്തോളം ഇങ്ങനെയുള്ളൊരു ടീം വിജയിക്കണില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാര്യം ഇപ്പോൾ ഇത്ര സീസൺ കളിച്ചു, 2-3-4 സീസണിൽ ഫൈനലിൽ എത്താൻ പറ്റിയെങ്കിലും പക്ഷേ രക്ഷയില്ല. ആരാധകരൊക്കെ നല്ല സപ്പോർട്ടാണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ സീസൺ ആയതോടുകൂടി ആരാധകര് പിന്നെ സഹൽ പോലുള്ള പ്ലേയേഴ്സൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയത് ശേഷം ആരാധകരൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് തിരിഞ്ഞു തുടങ്ങി. അതിന് ഇടയിലാണ് ഇപ്പം കേരള സൂപ്പർ ലീഗ് കേരള തുടങ്ങിയത്. അപ്പം മലപ്പുറം, കോഴിക്കോട് അങ്ങനെയുള്ള ടീമുകളൊക്കെ വന്നപ്പോൾ പിന്നെ കേരളത്തിന്റെ ഓഡിയൻസ് ഈ ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ കളി കണ്ട് ചടച്ച ഓഡിയൻസ് എന്തായി, നേരെ ഇതിലേക്ക് മാറി. ഇപ്പോൾ മലപ്പുറം അതുപോലെ കോഴിക്കോട് എല്ലാ ഇവരെ കളികളൊക്കെ കണ്ട് അതെ സിറ്റി ബേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ISL കളിച്ചിരുന്ന ATK മുഹമ്മദ് ഖാന്റെ പ്ലെയർ ആയിരുന്നു, മുൻ ATK മുഹമ്മദ് ഖാന്റെ പ്ലെയർ ആയിരുന്നു നമ്മളെ റോയ് കൃഷ്ണ. ഈ അടുത്ത് ഒരാഴ്ച മുമ്പാണ് മലപ്പുറം ടീമിൽ വന്ന് ജോയിൻ ചെയ്തത്. അതൊക്കെ അത്ര വേൾഡ് ക്ലാസ് നിലവാരമുള്ള പ്ലെയറാണ്. ആ പ്ലെയറൊക്കെയാണ് മലപ്പുറം വന്ന് ജോയിൻ ചെയ്തത്. അപ്പോൾ ISL ആ ഒരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. കളിയൊക്കെ ഏറ്റെടുക്കാൻ ആളുകളുണ്ട്, അതുപോലെ കളി കാണാൻ കാണികളുണ്ട്, ഫാൻ ബേസും ഉണ്ട്. പക്ഷേ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമാണ് സത്യത്തിൽ നമുക്ക് കഴിയാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് രാഷ്ട്രീയപരമായിട്ടായിക്കോട്ടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് വേണ്ടതാണ് സത്യത്തിൽ. കാരണം അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പോലെയുള്ള ടീമൊക്കെ കേരളത്തിന്റെ ഒരു ഔദ്യോഗിക ടീമായി വരികയും അതുപോലെ അതിനുള്ള അക്കാഡമികൾ കൂടുതൽ ഉണ്ടാവുകയൊക്കെ ചെയ്താൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 130 കോടി മുടക്കി വരുന്ന സമയത്ത് അക്കാഡമികളും കാര്യങ്ങളൊക്കെ ഉയർന്നു വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം അതുകൊണ്ടേ നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ, കേരളത്തിന് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു റിപ്പോർട്ടർ TV അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ വന്ന് അവർക്ക് കുറച്ച് പേരും പ്രശസ്തിയും അല്ലെങ്കിൽ ഇങ്ങനെ വന്നു ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ചരിത്രമായിട്ട് എഴുതി വെക്കപ്പെടാന്നുള്ളതിന്റെ അപ്പുറം വേറൊന്നും സംഭവിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ക്രെഡിബിലിറ്റി അതെ സ്പോൺസർ ടീമാണോ അല്ലെ സർക്കാരാണോ എന്നുള്ളതാണ്. പല വിഷയങ്ങളും ഇപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ സംസാരിച്ചു. ബിഗ് ബോസ് എന്ന് തുടങ്ങി ഇപ്പോൾ കേരള രാഷ്ട്രീയവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫുട്ബോളിന്റെ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പറയാനുള്ളതുപോലെ പല ഡൗട്ടുകളും പല ആളുകൾക്കും ഉണ്ടാവും, പല മനസ്സിൽ വരുന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ ബിഗ് ബോസ് കണ്ടപ്പം എന്തുകൊണ്ട് മോഹൻലാൽ അങ്ങനെ പറഞ്ഞു എന്നതുപോലെ തന്നെ പല വിഷയങ്ങളും പലതും കാണുമ്പോഴും നമുക്കുണ്ടാവും, നമ്മളെപ്പോലെ പലർക്കും ഉണ്ടാവും സംശയം. സംശയങ്ങൾ പറയാനുള്ളൊരു വേദിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിനെ കാണുന്നത്. കൂടുതൽ സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഇത്തരം അഭിപ്രായങ്ങളുള്ള ആളുകൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ നമുക്കതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം പുതിയ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ താങ്ക് യു.